നാസ മുൻപ് ഒരുപാട് തവണ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയച്ചു. ചന്ദ്രനിലേക്ക് അയച്ചു എന്ന് മാത്രമല്ല, അവരൊക്കെ ചന്ദ്രൻ്റെ പ്രതലത്തിലൂടെ നടന്നിട്ടുണ്ട്. ചിലരൊക്കെ അതുവഴി കാറ് പോലും ഓടിച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ 2026-ൽ മനുഷ്യരെ ചന്ദ്രന് ചുറ്റും വെറുതെ ഒന്ന് പറപ്പിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഇറക്കാൻ സാധിച്ചിരുന്ന നാസ എന്തുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യരെ അതിൻ്റെ പ്രതലത്തിലേക്ക് ഇറക്കാത്തത്? ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരൊക്കെ ചില കൺക്ലൂഷനിലേക്ക് വരുന്നുമുണ്ട്. 1960കളിലൊക്കെ നടന്നത് ശരിക്കും ഒരു പറ്റിക്കൽ മാത്രമായിരുന്നു. സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് നാസ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തിയെന്ന്. അതാണോ വാസ്തവം? മനുഷ്യൻ്റെ ചന്ദ്രനിലേക്കുള്ള യാത്ര അത് വെറും പറ്റിക്കൽ മാത്രമായിരുന്നോ? അല്ല. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ആർടെമിസ് 2 മിഷനിൽ മനുഷ്യരെ അവിടെ ഇറക്കാതെ പോയത്? നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. അപ്പോളോ 11 എന്ന മിഷനിലാണ് മനുഷ്യൻ ആദ്യമായി, അതായത് നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രൻ്റെ പ്രതലത്തിൽ കാലുകുത്തുന്നത്. അത് അപ്പോളോ 1 മിഷൻ ആയിരുന്നില്ല, അപ്പോളോ 11 ആയിരുന്നു. ഇതിനു മുമ്പ് അപ്പോളോ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ 10 വരെയുള്ള അപ്പോളോ മിഷനുകൾ ഉണ്ടായിരുന്നു. അത് കാര്യമായിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതിൽ ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു മിഷനാണ് അപ്പോളോ 1. അപ്പോളോ 1 മിഷൻ ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നില്ല. അതൊരു ട്രയൽ ആൻഡ് എറർ മിഷൻ മാത്രമായിരുന്നു. ഗ്രൗണ്ടിൽ വെച്ച് മാത്രം നടത്തിയിരുന്ന ഒരു പരീക്ഷണം. പക്ഷേ ആ പരീക്ഷണം അങ്ങ് പാളിപ്പോയി. ആസ്ട്രോനോട്ട്സ് ഉണ്ടായിരുന്ന ആ പേടകം കത്തി. അതിലുണ്ടായിരുന്ന ആസ്ട്രോനോട്ട്സ്, പച്ച മനുഷ്യർ, അവർ കത്തി ചാമ്പലായി മാറി. നാസയ്ക്ക് അത് വലിയ തിരിച്ചടിയായിരുന്നു. പിന്നീട് കുറേ കാലത്തേക്ക് നാസ പ്രവർത്തിച്ചിട്ടേയില്ല. അവരുടെ അപ്പോളോ മിഷൻ പൂർണ്ണമായിട്ടും അവർ പൊളിച്ചെഴുതി. അവർ അന്നുവരെ ഡിസൈൻ ചെയ്തിരുന്ന സ്പേസ് ഷിപ്പ് അത് വേണ്ടെന്ന് വെച്ചു. പിന്നീട് 1 അവർ ആരംഭിച്ചു. അപ്പോളോ 2ഉം 3ഉം ഒക്കെ പരീക്ഷണങ്ങളായിരുന്നു. അപ്പോളോ 4ലാണ് ആദ്യമായി ബഹിരാകാശ പേടകത്തെ ബഹിരാകാശത്തേക്ക് അയച്ചത്. പക്ഷേ ആ പേടകത്തിൻ്റെ ഉള്ളിൽ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല. അപ്പോളോ 4 അങ്ങനെയായിരുന്നു, അപ്പോളോ 5 അങ്ങനെയായിരുന്നു, അപ്പോളോ 6ഉം അങ്ങനെയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശലക്ഷ്യം മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. പക്ഷേ ആ പേടകത്തിൽ മനുഷ്യരുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പിന്നിലെ യുക്തി എന്താണ്? പരമാവധി ഡേറ്റ കളക്ട് ചെയ്യുക. നിലവിലുള്ള പേടകം അത് മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ളതാണോ എന്ന് വിലയിരുത്തുക. അല്ലാതെ നേരിട്ട് ആദ്യ പരീക്ഷണത്തിൽ തന്നെ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അപ്പോളോ 1ൽ നടന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിപത്തുകളായിരിക്കും അത് സൃഷ്ടിക്കുക. നമ്മൾ അങ്ങോട്ട് അയക്കുന്നത് ഏതെങ്കിലും ഒരു റോബോട്ടിനെ അല്ലല്ലോ, മജ്ജയും മാംസവുമുള്ള വികാരങ്ങളുള്ള മനുഷ്യരെയാണ്. അപ്പോളോ 4, 5, 6 മിഷനുകളിൽ സ്പേസ് ക്രാഫ്റ്റ് ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഗവേഷകർ ശരിക്കും ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ പേടകത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴൊരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ശക്തമായിട്ടുള്ള ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ ആ മനുഷ്യൻ എങ്ങനെയായിരിക്കും നേരിടുക? ശക്തമായിട്ടുള്ള റേഡിയേഷനെ എങ്ങനെ നേരിടാൻ സാധിക്കും? ഇത് മുകളിലേക്ക് മാത്രമല്ലല്ലോ പോകുന്നത്, അതിനുശേഷം നേരെ ശക്തമായ വേഗതയിൽ ഭൂമിയിലേക്ക് വരും. അങ്ങനെ ശക്തമായ വേഗതയിൽ ഭൂമിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിഭീകരമായിട്ടുള്ളൊരു താപനിലയായിരിക്കും ഈ പേടകത്തിൻ്റെ മുൻഭാഗങ്ങൾ അനുഭവപ്പെടുക. അത് സൂര്യൻ്റെ പ്രതലത്തിലെ താപനിലയുടെ ഏകദേശം പകുതിയോളം വരും. ഇതിനെക്കുറിച്ച് മുൻപ് ഒറയോൺ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വർക്കിങ്ങിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഒറയോൺ സ്പേസ് ക്രാഫ്റ്റിനകത്ത് എങ്ങനെയാണ് ആസ്ട്രോനോട്ട് സഞ്ചരിക്കുന്നത്, അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് 10 ദിവസത്തോളം അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. അങ്ങനെ ഒറയോൺ പേടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഭൂമിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ആ സ്പേസ് ക്രാഫ്റ്റ് അനുഭവപ്പെടുന്ന താപനില നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ അങ്ങനെ കണക്ക് കൂട്ടിയെടുക്കുന്ന കാര്യം വെറും തിയറി മാത്രമാണ്, പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഡേറ്റ കിട്ടണം. അതിനാണ് അപ്പോളോ 4ഉം 5ഉം 6ഉം ഒക്കെ ഉപയോഗിച്ചത്. ആ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം താപനില ഉണ്ടാകും, അത് ആ പേടകത്തിൻ്റെ മുൻവശത്തെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ശേഷിയുള്ളതാണോ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് വേണം കോട്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പരീക്ഷണത്തിലൂടെയാണ് ഗവേഷകർ മനസ്സിലാക്കിയത്. അപ്പോളോ 7 മിഷനിലാണ് പിന്നീട് മനുഷ്യരെ ശരിക്കും ഉപയോഗിക്കുന്നത്. മനുഷ്യരെ ആ പേടകത്തിൻ്റെ ഉള്ളിൽ കയറ്റി റോക്കറ്റിൻ്റെ സഹായത്താൽ അതിശക്തമായ വേഗതയിൽ മുകളിലേക്ക് തൊടുത്തുവിട്ടു.
അതിനുശേഷം അവർ ചന്ദ്രനിൽ പോയോ? ഇല്ല, അവർ ചന്ദ്രനിൽ പോയില്ല. ചന്ദ്രനിലേക്ക് അവരെ വിടുന്ന ഒരു ദൗത്യമായിരുന്നില്ല അപ്പോളോ 7. അപ്പോളോ 7 അവരെ ഭൂമിക്ക് ചുറ്റും ഒന്ന് കറക്കി വിട്ടു. ഇതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യരില്ലാതെ നടത്തി, മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു അപ്പോളോ 7. അതിനുശേഷം അപ്പോളോ 8 നടത്തി. അപ്പോളോ 8 മനുഷ്യരുമായിട്ട് ചന്ദ്രനിലേക്ക് പോയി, പക്ഷേ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തില്ല. ചന്ദ്രന് ചുറ്റും ഒന്ന് കറങ്ങിയതിന് ശേഷം അവർ തിരികെ ഭൂമിയിലേക്ക് വന്നു. അതായത് നമ്മളിപ്പോൾ നടത്തിയ ആർടെമിസ് 2 മിഷൻ പോലെ. ചന്ദ്രൻ്റെ വളരെ അടുത്തുകൂടൊന്നുമല്ല ഇവർ കറങ്ങിയത്. ചന്ദ്രനിൽ നിന്നും അല്പം മാറിയാണ് ചന്ദ്രനെ വലം വെച്ചത്. പിന്നീട് 9, 10 മിഷനുകൾ നടന്നു. 9ലും 10ലും ഇതുപോലെ ഒരു പേടകം ചന്ദ്രനിലേക്ക് പോയി. ചന്ദ്രൻ്റെ വളരെ അടുത്തൂടെ അത് പറന്നു, ശേഷം ഭൂമിയിലേക്ക് മടങ്ങി വന്നു. ചന്ദ്രന് ചുറ്റുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, വ്യത്യസ്തമായിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡിലൂടെ എങ്ങനെ ആ പേടകത്തെ പറപ്പിക്കാമെന്ന് പരീക്ഷിക്കുകയായിരുന്നു 10ലും 9ലും. പിന്നീടാണ് അപ്പോളോ 11 മിഷനിലൂടെ ആദ്യമായി മനുഷ്യനെ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം വീണ്ടും അപ്പോളോ മിഷനുകളൊക്കെ ഉണ്ടായി. വേറെയും മനുഷ്യരവിടെ എത്തി. ചിലരൊക്കെ അതിൻ്റെ മുകളിലൂടെ കാറ് പോലും ഓടിച്ചു. എന്നാൽ പെട്ടെന്ന് അതങ്ങ് നിർത്തേണ്ടി വന്നു. കാരണം ഇതിനൊക്കെ വലിയ പണച്ചെലവാണ്. അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം മാത്രം മതി സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന് അമേരിക്കൻ സിറ്റിസൺസ് തീരുമാനിച്ചു. ചന്ദ്രനിലേക്കുള്ള സ്പേസ് മിഷൻ താൽക്കാലികമായിട്ട് അമേരിക്ക നിർത്തി. അതിനുശേഷം വേറെയും ഒരുപാട് സ്പേസ് എക്സ്പ്ലോറേഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ അയക്കാനുള്ള ദൗത്യം പിന്നീട് അമേരിക്ക ആരംഭിക്കുന്നത് ആർടെമിസ് മിഷനിലൂടെയാണ്. ആർടെമിസ് 1 മിഷൻ കഴിഞ്ഞു, അത് വലിയ വിജയമായിരുന്നു. നിലവിൽ ആർടെമിസ് 2 മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലർക്കും സ്വാഭാവികമായിട്ടും ഒരു സംശയം ഇപ്പോൾ തോന്നിക്കാണും. അപ്പോളോ മിഷൻ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതല്ലേ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടിയിട്ടുമുണ്ട്. അതുകൂടാതെ അപ്പോളോ മിഷനിലൂടെ നിരവധി മനുഷ്യരെ ചന്ദ്രനിൽ എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ ഡേറ്റകൾ ഉപയോഗിച്ചിട്ട് അതേ രീതിയിൽ തന്നെ ഫസ്റ്റ് ആർടെമിസ് മിഷനിൽ തന്നെ നമുക്ക് മനുഷ്യരെ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് അയച്ചുകൂടെ? അപ്പോളോ മിഷനിലൂടെ ഒരുപാട് ഡേറ്റയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അപ്പോളോ മിഷനിലെ സ്പേസ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റയാണ്. അത് 1960കളുടെ അവസാന ഘട്ടങ്ങൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അന്നത്തെ സാങ്കേതികവിദ്യ അല്ല ഇന്നത്തെ സാങ്കേതികവിദ്യ. ലോകം ഒരുപാട് മാറി സാങ്കേതികവിദ്യയും. ഇന്നത്തെ സാങ്കേതികവിദ്യയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റിനെയാണ് ആർടെമിസ് മിഷനിൽ നമ്മൾ അയക്കുന്നത്. അങ്ങനെ അയക്കുമ്പോൾ ഡേറ്റ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സ്പേസ് ക്രാഫ്റ്റിൽ മനുഷ്യർക്ക് സുരക്ഷിതമായിട്ട് കഴിയാൻ സാധിക്കുമോ? ഇത് മടങ്ങി വരുമ്പോഴുള്ള താപനില എത്രമാത്രമായിരിക്കും? അതിൻ്റെ ഉള്ളിൽ സസ്റ്റൈനബിളായിട്ടുള്ള കണ്ടീഷൻ തന്നെ ആയിരിക്കുമോ ഉണ്ടായിരിക്കുക? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയണം. അപ്പോളോ മിഷൻ പോലെ ഒരുപാട് ദൈർഘ്യമേറിയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ആർടെമിസിന് വേണ്ടി വരില്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും വെറുതെ ഒരു പരീക്ഷണത്തിലൂടെ മനുഷ്യരെ നമുക്ക് അയക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2022 ആർടെമിസ് 1 മിഷനിൽ ഒരു മനുഷ്യനുമില്ലാതെ കാലിയായിട്ടുള്ളൊരു പേടകത്തെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ഇത് നാസ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളല്ല. എല്ലാ രാജ്യങ്ങളും അവരുടെ സ്പേസ് മിഷനുകളൊക്കെ ഇങ്ങനെയാണ് നടത്തുന്നത്. എന്തിന് നമ്മുടെ ഇന്ത്യ പോലും ഗഗൻയാനിലൂടെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഇതേ പ്രോട്ടോക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഒരുപാട് മനുഷ്യരെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട്. യൂറോപ്യൻ സ്പേസ് ഏജൻസി അയച്ചിട്ടുണ്ട്, ചൈന അയച്ചിട്ടുണ്ട്, റഷ്യയുടെ റോസ് കോസ്മോസ് അയച്ചിട്ടുണ്ട്, അമേരിക്കയുടെ നാസ അയച്ചിട്ടുണ്ട്, ഇസ്രയേൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അയച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് മനുഷ്യരെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റയൊക്കെ വെച്ചിട്ട് ഇന്ത്യക്ക് ആദ്യ മിഷനിൽ തന്നെ ഗഗൻയാൻ അങ്ങ് യാഥാർത്ഥ്യമാക്കാമല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ വ്യോമനോട്സിനെ നമുക്ക് ബഹിരാകാശത്ത് എത്തിക്കാമല്ലോ. മുമ്പ് രാകേഷ് ശർമ്മ പോയിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ സാങ്കേതികവിദ്യ ആയിരുന്നില്ല, അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതികവിദ്യ ആയിരുന്നു. ഇവിടെ നമ്മൾ ഗഗൻയാനിലൂടെ മനുഷ്യരെ അയക്കുന്നത് നമ്മുടെ തന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഇന്നേ വരെ ഒരു മനുഷ്യനെയും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടില്ല. നമ്മുടേത് അതിൻ്റെ അർത്ഥം വളരെ മോശമാണെന്നല്ല. തിയററ്റിക്കലി അത് വർക്കിംഗ് ആണ്, പക്ഷേ പ്രാക്ടിക്കലി കൂടി അത് വർക്കിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമേ നമ്മൾ മനുഷ്യരെ ശരിക്കും സ്പേസ് ക്രാഫ്റ്റിലൂടെ ബഹിരാകാശത്തേക്ക് അയക്കത്തുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ നടത്തും. ഗഗൻയാൻ്റെ പല പല ദൗത്യങ്ങൾ നമ്മൾ നടപ്പിലാക്കും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ടെസ്റ്റ് ഡേറ്റ കിട്ടും. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടായിരിക്കും ശരിക്കും മനുഷ്യരെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആർടെമിസ് മിഷൻ്റെ ആദ്യ മിഷനുകൾ മുതൽ ഒന്ന് പരിശോധിക്കാം. ആർടെമിസ് 1 എന്താണ് നടന്നത്,
2-ൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്ന ആർട്ടിമിസ് മിഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് ചന്ദ്രനെ ഒരു ഹബ്ബാക്കി മാറ്റാൻ പോകുന്നത്? അവിടെ നിന്ന് മനുഷ്യന് ആവശ്യമായിട്ടുള്ള മിനറൽസിനെ എങ്ങനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു? അവിടെ ശരിക്കും ഒരു കോളനി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ചന്ദ്രനെ ഒരു ഹബ്ബാക്കി മാറ്റി നമ്മൾ എങ്ങനെയാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് പോകാൻ പോകുന്നത്? അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. 2022 ആർട്ടിമിസ് 1 മിഷൻ വിക്ഷേപിക്കുന്നത്. ആ മിഷൻ്റെ ഉള്ളിൽ ഒരു മാനിക്വിൻ, അതായത് ഒരു മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യനെ നമ്മൾ ശരിക്കും ആർട്ടിമിസ് 1 മിഷനിലൂടെ ബഹിരാകാശത്ത് എത്തിച്ചില്ല. പ്രധാനമായിട്ടും ആ ബഹിരാകാശ പേടകത്തിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന് എന്തൊക്കെ റേഡിയേഷനാണ് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയായിരുന്നു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. കൂടാതെ SLS അല്ലെങ്കിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു. നിലവിൽ മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റോക്കറ്റ് അത് SLS ആണ്. SLSലൂടെ മാത്രമാണ് ആർട്ടിമിസ് പോലെയുള്ള ശക്തമായിട്ടുള്ള പേലോടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനെ നമുക്ക് ബഹിരാകാശത്തേക്ക് അയക്കാൻ സാധിക്കുന്നത്. ആർട്ടിമിസ് 1 മിഷൻ ബഹിരാകാശത്ത് 25 ദിവസങ്ങളാണ് ചെലവഴിച്ചത്. ഈ 25 ദിവസങ്ങൾക്കിടയിൽ 20 ലക്ഷം കിലോമീറ്ററോളം അതിന് യാത്ര ചെയ്യാനും സാധിച്ചു. ബഹിരാകാശത്തേക്ക് പോയി മടങ്ങി വരിക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത്ര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ ഒരുപാട് ബഹിരാകാശ സഞ്ചാരികൾ പോകുന്നുണ്ട്. അവരവിടെ പരീക്ഷണങ്ങളൊക്കെ നടത്തി കുറേ അധികം ദിവസം അവിടെ താമസിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നുമുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് വെറും 400 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ്. പക്ഷേ ചന്ദ്രൻ 3.5 ലക്ഷം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും ദൂരത്തു നിന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള വേഗതയിലായിരിക്കും സ്പേസ് ക്രാഫ്റ്റ് കടന്നു പോവുക. അത്രയും വേഗതയിൽ ബഹിരാകാശത്തൂടെ കടന്നു പോകുന്ന പേടകം നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിച്ചാമ്പലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അന്തരീക്ഷത്തിൽ മർദ്ദം വളരെ കൂടുതലാണ്. ഒരു മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗതയിലാണ് ആ പേടകം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ആ ബഹിരാകാശ പേടകത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്തായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും. അതിന് അവിടുന്ന് പെട്ടെന്ന് മാറാൻ കഴിയില്ല. അതിനെയും വഹിച്ചുകൊണ്ടാണ് സ്പേസ് ക്രാഫ്റ്റ് നേരെ താഴേക്ക് വരുന്നത്. അങ്ങനെ സ്പേസ് ക്രാഫ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ അന്തരീക്ഷത്തിലെ വാതകം അല്ലെങ്കിൽ മോളിക്യൂൾസ് പെട്ടെന്ന് ചൂട് പിടിക്കും. അതിശക്തമായിട്ടാണ് ആ ചൂട് വർദ്ധിക്കുന്നത്. ഏകദേശം 2500 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കും. ആ താപനിലയിൽ പല വസ്തുക്കളും കത്തിച്ചാമ്പലാകും. നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിന് പ്രോപ്പറായിട്ടുള്ളൊരു കോട്ടിംഗ് ഇല്ലെങ്കിൽ അതും കത്തിച്ചാമ്പലായി മാറും. ഇങ്ങനെ ചാമ്പലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയായിരുന്നു ആർട്ടിമിസ് 1 മിഷനിൽ നടന്നത്. അതൊരു വലിയ വിജയമായിരുന്നു. ഇതോടുകൂടി നാസയ്ക്ക് ഒരു ഗ്രീൻ കാർഡ് കിട്ടി. ഇനി രണ്ടാമത്തെ മിഷനിലേക്ക് കടക്കാം. ആ രണ്ടാമത്തെ ദൗത്യമാണ് 2026 ഏപ്രിൽ മാസം 1-ാം തീയതി നടപ്പിലാക്കിയത്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് മനുഷ്യരെയും വഹിച്ചുകൊണ്ട് പേടകം ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെട്ടത്. അതിൽ 4 ആസ്ട്രോനോട്ട്സ് ഉണ്ടായിരുന്നു. റൈറ്റ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെർമി ഹാൻസൺ. ഈ ദൗത്യത്തിലൂടെ 3 ചരിത്ര സംഭവങ്ങൾ കൂടി നടന്നു. അമേരിക്കയിലേക്ക് ആദ്യമായി യാത്ര പുറപ്പെടുന്ന സ്ത്രീ, ആദ്യ കളേർഡ് പേഴ്സൺ, അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത വ്യക്തി എന്നിവയായിരുന്നു അവ. എന്തായാലും ആർട്ടിമിസ് 2 മിഷനിലൂടെ മനുഷ്യരെ ചന്ദ്രൻ്റെ തൊട്ടടുത്ത് വരെ എത്തിക്കാൻ പറ്റി. അതിന് ചുറ്റുമൊന്ന് വലം വെപ്പിക്കാൻ പറ്റി. ഒരു റെക്കോർഡ് കൂടി പിറന്നു. ചന്ദ്രൻ്റെ പരിസരത്തൂടെ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ പേടകമായി മാറി ആർട്ടിമിസ് 2. മുമ്പ് അപ്പോളോ 13 ഇട്ടിരുന്ന ഒരു റെക്കോർഡാണ് ഇപ്പോൾ പഴങ്കഥയായി മാറിയത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ മനുഷ്യരെ ഒന്ന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിപ്പിക്കുക കൂടെ ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാതിരിക്കുന്ന ആളുകൾ കൂടി അത് വിശ്വസിച്ചേനെ. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആർട്ടിമിസ് 2 മിഷനിലൂടെ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് അയച്ചത് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിനെയാണ്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന് ഒരിക്കലും ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് അല്ല ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്. ഇതിന് ചന്ദ്രന് ചുറ്റുമൊന്ന് വലം വെച്ച് തിരികെ മടങ്ങി വരാൻ പറ്റും. കൂടാതെ ചന്ദ്രന് ചുറ്റും കറങ്ങുന്നതിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും പറ്റും. അതിൽ പല മാറ്റങ്ങളും ഇപ്പോൾ തന്നെ ആസ്ട്രോനോട്ട്സ് നടത്തിയിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ചന്ദ്രനിൽ നമ്മളൊരു കോളനി ഉണ്ടാക്കാൻ പോകുന്നത്, ചന്ദ്രനിലൊരു ഹബ്ബ് ഉണ്ടാക്കാൻ പോകുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്നത് മറ്റൊരു പേടകമാണ്, ലൂണാർ ലാൻഡർ മൊഡ്യൂൾ. ലൂണാർ ലാൻഡർ മൊഡ്യൂൾ നമ്മൾ ഇപ്പോഴും വികസിപ്പിച്ചിട്ടില്ല. സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ഇപ്പോഴും അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ഈ ആർട്ടിമിസ് 2-ൽ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് മനുഷ്യരെ ചന്ദ്രന് ചുറ്റുമായിട്ട് എത്തിക്കാനേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് മനുഷ്യരെ വഹിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ
സദേൺ ഹെമിസ്ഫിയറിലേക്ക് കൊണ്ടുപോകേണ്ടത് ലൂണാർ ലാൻഡറാണ്. ആർട്ടമിസിൻ്റെ വരാൻ പോകുന്ന ദൗത്യങ്ങളിൽ നമ്മൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാക്കിയെടുക്കും. അതായത് ആസ്ട്രോനോട്ട്സ് ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ പോകുന്നത് പോലെ ഒറയോൺ പേടകത്തിൽ കയറി ഈ ഒരു ചന്ദ്രനിലെ ബേസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് അവർക്ക് പറ്റും. അവിടെ കുറച്ച് നാൾ നിൽക്കാനും പരീക്ഷണങ്ങൾ നടത്താനും അവിടുന്ന് പല വസ്തുക്കളും ഖനനം ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത് ശരിക്കും ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഹോമല്ല, ഇതൊരു മൊബൈൽ ഹോമാണ്. അതായത് അതിന് സഞ്ചരിക്കാൻ സാധിക്കും, അതൊരു റോവർ പോലെയാണ്. എന്തിനാണ് ദക്ഷിണ ധ്രുവം തന്നെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത്? കാരണം അവിടെ ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള ഐസ് അടങ്ങിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതിന് ലോകത്തെ സഹായിച്ചതിൽ ഇന്ത്യക്ക് ചന്ദ്രയാൻ മിഷന് വലിയ പങ്കുണ്ട്. മുമ്പ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ജലം അവിടെ ഐസിൻ്റെ രൂപത്തിലുണ്ടെങ്കിൽ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ ജലം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതിൽ നിന്ന് ഹൈഡ്രോളിസിസ് പ്രോസസ്സിലൂടെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കാം. ഓക്സിജനെ ആസ്ട്രോനോട്ട്സിന് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കാം. ഹൈഡ്രജൻ നമുക്ക് ഫ്യൂവലായിട്ട് മാറ്റിയെടുക്കാം. 24 മണിക്കൂറും നിരന്തരമായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ലോക്കൽ പവർ സ്റ്റേഷനും അവിടെ വേണം. കാരണം ചന്ദ്രനിലെ രാത്രികളെന്ന് പറയുന്നത് വളരെ വളരെ ദൈർഘ്യമേറിയിട്ടുള്ള രാത്രികളാണ്. 24 മണിക്കൂറിൻ്റെ 12 മണിക്കൂറല്ലേ ഉള്ളൂ നമ്മുടെ ഭൂമിയിലെ രാത്രി. ചില സമയങ്ങളൊക്കെ അത് അതിലും കുറവാണ്. പക്ഷേ ചന്ദ്രൻ്റെ കേസ് അങ്ങനല്ല. അവിടുത്തെ ഒരു രാത്രി എന്ന് പറയുന്നത് 14 ഭൗമദിനങ്ങളാണ്. അതായത് ഭൂമിയിലെ 14 ദിവസങ്ങളാണ്. ഈ സമയത്ത് അവിടുത്തെ താപനില വളരെ വളരെ കുറവായിരിക്കും. -170 ഡിഗ്രി സെൽഷ്യസ് മുതൽ -250 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അത്രയധികം നാൾ ഇത്രയും കുറഞ്ഞ താപനിലയിൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. മനുഷ്യർക്കും അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ താപം ഉണ്ടാക്കിയെടുക്കണം. ആ താപം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് ഊർജ്ജം കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള പവർ സ്റ്റേഷനാണ് നമ്മൾ ലോക്കലി അവിടെ സ്ഥാപിക്കേണ്ടത്. ആർട്ടമിസ് മിഷനെക്കുറിച്ച് ഞാനൊരു 2-3 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ മിഷനിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പലർക്കും അത് ഓർമ്മയുണ്ടാകും. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഗേറ്റ് വേയെക്കുറിച്ചാണ്. പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ മാറ്റി പറയുകയാണ്. കാരണം നാസയുടെ പദ്ധതി തന്നെ മാറി. ആ കാലഘട്ടത്തിൽ, അതായത് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ നാസയുടെ പദ്ധതി ആർട്ടമിസ് മിഷനിലൂടെ ഒരു ഗേറ്റ് വേ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ഗേറ്റ് വേ നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ തന്നെയാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ ഗേറ്റ് വേ ചന്ദ്രന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ അത്രയും വലിപ്പമില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ വലിപ്പത്തിലാണ് സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. അത് ചന്ദ്രന് ചുറ്റും കറങ്ങും. അതിനെ ഒരു ഹബ്ബായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആസ്ട്രോനോട്ട്സ്, അതായത് ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നില്ല, ഈ ഗേറ്റ് വേയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതായിരുന്നു പഴയ പദ്ധതി. എന്നാൽ ആ പദ്ധതിക്ക് പകരമാണ് ഇപ്പോൾ ചന്ദ്രനിലൂടെ സഞ്ചരിക്കുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ബേസ് വേണമെന്ന് നാസ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. ചന്ദ്രനിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് ഈ ജലം മാത്രമല്ല, ഹീലിയം 3 എന്ന ഒരു എലമെൻറ്റിനെ കൂടിയാണ്. ഹീലിയം 3 എന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. അത് നമ്മുടെ ഭൂമിയിൽ വളരെ റെയറാണ്, പക്ഷേ നമുക്ക് ചന്ദ്രനിൽ ധാരാളമായിട്ട് ലഭിക്കും. ഹീലിയം 3 ഉപയോഗിച്ചിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള റേഡിയേഷനുകളൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഉയർന്ന അളവിൽ ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഹീലിയം 3 കൂടുതലായി ഖനനം ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾക്കും സകല മനുഷ്യർക്കും അതിൻ്റെ പ്രയോജനമുണ്ടാകും. ഇതിനെല്ലാം ഉപരിയായി ചൊവ്വാഗ്രഹം എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോലും ഈ ദൗത്യത്തിന് സാധിക്കും. ചൊവ്വാഗ്രഹത്തിൽ പോവുക, അവിടെ ഒരു കോളനി ഉണ്ടാക്കുക, അവിടെ പരീക്ഷണങ്ങൾ നടത്തുക, ഇതൊക്കെ മനുഷ്യരുടെ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളാണ്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു ഹബ്ബ് വേണം. ചൊവ്വാഗ്രഹത്തിൽ നമ്മൾ കോളനി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടിക്കടി ഭൂമിയിൽ വന്നു പോകാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ ഭൂമിയിൽ വന്നാൽ മാത്രമാണ് പല കാര്യങ്ങളും നമുക്ക് ചൊവ്വാഗ്രഹത്തിൽ എത്തിക്കാൻ സാധിക്കുന്നത്. ഭൂമിയിൽ ഗ്രാവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു റോക്കറ്റിനെ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള SLC പോലുള്ള റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വേണം, കൂടുതൽ ഊർജ്ജം വേണം, കൂടുതൽ പണം വേണം. എന്നാൽ ചന്ദ്രനിൽ നിന്നാണ് ഒരു പേടകത്തെ വിക്ഷേപിക്കുന്നതെങ്കിലോ ഭൂമിക്കുള്ള ഗ്രാവിറ്റിയുടെ 1/6 ഗ്രാവിറ്റി മാത്രമാണ് ചന്ദ്രനിലുള്ളത്. അതുകൊണ്ട് തന്നെ വിക്ഷേപണം കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞതായിരിക്കും. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള റോക്കറ്റ് സാങ്കേതിക വിദ്യയും ഏറെക്കുറെ കുറഞ്ഞതായിരിക്കും. ചൊവ്വയിൽ നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആസ്ട്രോനോട്ട്സിന് അടിക്കടി ചന്ദ്രനിൽ വരാൻ പറ്റും. ചന്ദ്രനിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മിനറൽസൊക്കെ അവർക്ക്
ചൊവ്വാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ അനന്തമായിട്ടുള്ള ഒരുപാട് സാധ്യതകളാണ് ആർടെമിസ് മിഷനും ആർടെമിസ് മിഷനിലൂടെ ചന്ദ്രനും നമുക്ക് തരാൻ പോകുന്നത്. ചന്ദ്രനിൽ ഇപ്പോഴും മനുഷ്യൻ പോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുമുണ്ട്. ഈ ചോദ്യങ്ങളെയൊക്കെ വിശദമായി അനലൈസ് ചെയ്തുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിക്കുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.